Hi everyone, I'm Fida. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഈ വീഡിയോ ഈസ് അബൌട്ട് നീറ്റിന് എങ്ങനെ നിങ്ങൾക്ക് മാക്സിമം പഠിച്ച് 360 on 360 മാർക്സ് വാങ്ങാം എന്നുള്ളതിനെ പറ്റി. സോ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് 360 on 360 കിട്ടിയിട്ടുണ്ട് ബയോളജിയിൽ. എൻ്റെ അതായത് ഞാൻ ലാസ്റ്റ് നീറ്റ് ക്രാക്ക് ചെയ്ത ആ ഒരു ടൈം എനിക്ക് 360 on 360 കിട്ടി ബയോളജിയിൽ. പക്ഷേ അതിന് തൊട്ട് മുന്നത്തെ ടൈം ഞാൻ നീറ്റ് എഴുതിയപ്പം എൻ്റെ ബയോളജിൻ്റെ സ്കോർ വാസ് വെരി ബാഡ്. അപ്പം ആ ഒരു ഭയങ്കര മോശമായ സ്ഥലത്ത് നിന്ന് ഞാൻ എങ്ങനെയാണ് ഈ 360 on 360 വരെ എത്തിച്ചത് എന്നുള്ള ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഞാൻ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായി. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു മാർക്സ് എന്ന് പറഞ്ഞാൽ. സോ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ബയോളജി എന്ന് പറഞ്ഞാൽ കുറേ പേര് ഓവർ കോൺഫിഡൻ്റ് ആയി കാണുന്ന ഒരു സബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ ബയോളജി ലൈക്ക് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ എടുക്കുന്ന എഫേർട്ട് കുറയും. അതായത് എനിക്കറിയാം, ഐ നോ എവറിത്തിങ് എന്നുള്ളൊരു ഫീലിംഗ് വരും ബയോളജിയുടെ കേസിൽ. അപ്പം അങ്ങനെ വന്നിട്ട് കുറേ പേര് ഇതിന് കൊടുക്കുന്ന ആ ടൈമും എഫേർട്ടും കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഇതാണ്. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ബയോളജി ടഫ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളും ഉണ്ട്. നമ്മൾ വിചാരിക്കും ബയോളജി ഈസി ആയിട്ടുള്ളവരെ ഉണ്ടാവുന്നത്, പക്ഷേ ബയോളജി ടഫ് ആയിട്ടുള്ളവരുണ്ട്. ഫിസിക്സ് കെമിസ്ട്രിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടർക്കും വേണ്ടിയുള്ള വീഡിയോ തന്നെയാണിത്. ആരാണെങ്കിലും നീറ്റിന് പഠിക്കുന്ന ഒരു കുട്ടി ഒരു ബേസിക്കലി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ആസ് എവ്രി വൺ സേസ്, ബയോളജി NCERT അരച്ച് കലക്കി കുടിക്കണം. നമ്മൾ മാക്സിമം ഈച്ച് ആൻഡ് എവ്രി ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബയോളജി. എന്ന് വെച്ചാൽ നമ്മൾ ഈ സത്യം പറഞ്ഞാൽ പഠിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്സും കോമയും വരെ എവിടെയാണെന്ന് വരെ അറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കണം എന്നാണ് പറയാറ്. ഞാൻ അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും പറയാറ്. സോ ആ ഒരു ലെവലിലേക്ക് മാക്സിമം എത്തിക്കാൻ നോക്കണം. എത്ര വായിക്കണം, എത്ര പ്രാവശ്യം വായിക്കണം ചേച്ചി എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട്. എത്ര വായിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര വീക്കാണ് സ്ട്രോങ് ആണ് ബയോളജിയിൽ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത്രയും നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ പണ്ടത്തിനേക്കാളും ശരിയാക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് വരുന്നുണ്ടെന്ന് വെച്ചോ. നിങ്ങൾ ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു പോയിന്റിൽ എത്തി. ബയോളജി ഇത്ര വായിച്ചാൽ മതി എന്നുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്, ഞാൻ കുറച്ച് വർഷം റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു ചാപ്റ്റർ ഒരു 10-15 പ്രാവശ്യം എന്തായാലും വായിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളത് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒരു സമയം ഇരുന്ന് പഠിക്കുക. അപ്പം ചില ആൾക്കാർ കുറച്ച് പെരിഫറലി വേഗം പഠിച്ചു പോകും. പക്ഷെ ചില ആൾക്കാർ കുറച്ച് ടൈം എടുത്ത് ഇരുത്തി പഠിക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഇരുത്തി പഠിക്കുന്ന ഒരാൾക്ക് എമൗണ്ട് ഓഫ് ടൈംസ് ബയോളജി ബുക്ക് വായിക്കേണ്ടത് കുറയും മറ്റേ ഒരാളെ വെച്ച് നോക്കുമ്പം. പെരിഫറലി പഠിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് വേഗം വായിച്ചു വിടേണ്ട സാധനമല്ല ഒരിക്കലും ബയോളജി NCERT എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ നല്ല സമയം എടുത്ത് തന്നെ ബയോളജി പഠിക്കണം. ഇപ്പം നമ്മൾ ഒരു ദിവസം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ബയോളജിക്ക് തന്നെ അതിലൊരു മെജോറിറ്റി ടൈം കൊടുക്കേണ്ടതാണ്. നമ്മൾ എനിക്കറിയാം ഫിസിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നൊക്കെ എനിക്കറിയാം. ബയോളജി ഈസി ആയിട്ട് പഠിക്കുക. ഫിസിക്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചാപ്റ്റർ വേഗം തീർക്കാം. പക്ഷേ ഞാൻ ഒരു ചാപ്റ്ററിന് മുകളിൽ കുറേ ഇരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ദിവസം നിങ്ങൾ ഒരു ടൈം ബയോളജിക്ക് കൊടുക്കണം. കുറച്ച് ഫിസിക്സിനും കെമിസ്ട്രിനേക്കാളും കൂടുതൽ ടൈം കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബയോളജി എന്ന് പറയുമ്പോൾ നീറ്റിൽ. അപ്പം അത് നിങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളായിട്ടത് ചെയ്യാതിരിക്കരുത്. ഐ മീൻ നിങ്ങളായിട്ടത് അതിനെ അവോയ്ഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒരു ദിവസം മിനിമം ഒരു 2 ചാപ്റ്ററെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്നൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഞാനൊക്കെ നീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സമ്മറി വായിക്കാറില്ലായിരുന്നു. ബയോളജി എല്ലാ ചാപ്റ്ററിനും ലാസ്റ്റ് സമ്മറി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ സമ്മറി എല്ലാവരും വായിക്കുന്നൊരു കാര്യമല്ല. ഇനിയിപ്പം എല്ലാവർക്കും അറിയാം ആ സമ്മറി വായിക്കണം എന്നുള്ളത്. പക്ഷേ ഈ മടി കാരണം കുറേ പേര് ചാപ്റ്ററിൻ്റെ ആ മെയിൻ പാർട്ട് മാത്രം വായിച്ചിട്ട് സമ്മറി ഒഴിവാക്കി പോകുന്ന കുറേ പേരുണ്ട്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആവണം. നിങ്ങൾ സമ്മറി നിങ്ങൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ മൊത്തം വായിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ സമ്മറി വായിച്ച് കഴിഞ്ഞാലേ നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആവണം ബാക്കിയുള്ള ആളുകളിൽ നിന്ന്. ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ സമ്മറി പഠിക്കുന്നുണ്ടാവില്ല, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി വായിച്ചിട്ട് തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം, സമ്മറി കഴിഞ്ഞാൽ ഈ NCERT എക്സസൈസസും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. കാരണം എന്താണെങ്കിലും അത് ഇൻസൈഡ് ദ NCERT അപ്പം ഈ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുന്ന ആളുകളോട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ട് അതായത് ഈ എക്സസൈസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല.
എക്സസൈസസ് ക്വസ്റ്റ്യൻ വന്നാൽ എന്തെങ്കിലും രീതിയിൽ അതാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ എക്സസൈസസ് ഒക്കെ മാക്സിമം ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമായിരിക്കും അതിൽ നിന്ന് വരുന്നത്, നമ്മൾ മെയിൻ ചാപ്റ്റർ എന്നല്ലാണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ റാങ്ക് ഡിറ്റർമൈനിങ് ആണ്. അപ്പം ഓരോ പാർട്ടും NCERTയുടേത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും നേരം ഞാൻ NCERTനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ പറയാനുള്ളത്, ഈ വായിച്ച് നമ്മൾ ഈ തിയറിയൊക്കെ വായിച്ച് NCERTയുടെ സമ്മറി വായിച്ച് എക്സസൈസ് വായിച്ച് ഇതൊക്കെ മതിയോ? ശരിക്കും ഒരിക്കലല്ല. നമ്മൾ MCQs ചെയ്യണം, PYQs ചെയ്യണം, MCQs ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് ഞാൻ പറയാം, ഇപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും നീറ്റിന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാനുള്ള ഒരു സ്പീഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ച് 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 ശീലമുള്ള ആളുകളാണെങ്കിലേ നമുക്കത് ഒന്ന് എന്താണ് പ്രോസസ്സ് ചെയ്യാൻ വലിയ ടൈം ഉണ്ടാവില്ല. കുറേ ക്വസ്റ്റ്യൻസ് കാണുന്ന ആൾക്കാർക്ക് ഈ എന്താണ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ NCERT ലൈൻസ് ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ അതായത് ഇത് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. അപ്പം നമുക്ക് ഈ കോമൺ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, കോമൺ ആയിട്ട് വരുന്ന ഈ എന്താണ് ഈ സെൻറ്റൻസസ് നമുക്ക് വേഗം പിക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കത് ബൈ ഹാർട്ട് ആവും കുറച്ച് കഴിഞ്ഞാൽ, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന്. അപ്പം നമുക്ക് ഈ ഒരു ഗുണം തരുന്ന അതാണ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാവും. പിന്നെ ഈ സ്പീഡും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്പീഡിൽ നമുക്ക് വേഗം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വായിച്ച് പോകാൻ ആദ്യം ഒരു കഴിവുണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ കുറേ ഇങ്ങനെ ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വായിക്കുന്നത് വേഗം ഈസി ആവും. അപ്പം ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂടും. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബയോളജിയുടെ കേസൊക്കെ നമ്മൾ 1 മിനിറ്റ് മൊത്തം ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും എടുക്കരുത്. നമ്മൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് 20 സെക്കൻഡ് ഇതിൻ്റെ മുകളിലൊന്നും ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കാറില്ലായിരുന്നു തന്നെ. നമ്മൾ വേഗം ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകണം ബയോളജി. പക്ഷേ അല്ലാതെ നമുക്ക് വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തരുന്നതാണെങ്കിൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് അത്രയൊക്കെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ബയോളജിയിൽ നമുക്ക് സമയം നമ്മൾ പോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ആര് വന്ന് എഴുതി തരും, നമുക്ക് ടൈമേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ബയോളജി നമ്മൾ ഫിസിക്സിനും കെമിസ്ട്രിക്ക് വെക്കേണ്ട സമയം നമ്മൾ ഇവിടെയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പം മാക്സിമം എന്ത് ചെയ്യണം, വേഗം PYQസും MCQs ഒക്കെ ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം. നമ്മൾ ആരും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മേഖലയാണ് ഈ ബയോളജി MCQ ചെയ്യുന്നത്. ഞാൻ പിന്നെയും ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ വളരെ ക്രൂഷ്യലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് കേട്ടോ. MCQs ചെയ്യുന്നത് അത് ഒരിക്കലും വിട്ടുപോകരുത്. ബയോളജി എന്തായാലും ചെയ്യണം. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എത്ര MCQ ചെയ്തിട്ടും ബയോളജി ചെയ്യാതിരുന്നിട്ട്, ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ എത്ര MCQ ചെയ്തിട്ട് ബയോളജി MCQs ചെയ്യാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഇല്ലാണ്ടായി. ഇപ്പോൾ അതിലൊരു നിങ്ങളെ ടൈമും ഇയറും ഒക്കെ വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആവും അത്. അപ്പം നിങ്ങൾ MCQs ചെയ്യട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ബയോളജി NCERTയിലെ എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. കുറേ ക്വസ്റ്റ്യൻസ് ഫിഗർ ബേസ് ചെയ്തിട്ട് ഫിഗറിനുള്ളിൽ ആഴ്ന്നിറങ്ങിയൊക്കെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് NCERTയിൽ ഉള്ളതല്ല എന്ന്. അപ്പം നമ്മൾ ഫിഗേഴ്സൊക്കെ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഒരു ഫിഗേഴ്സും ഇടരുത്. എല്ലാ ഫിഗേഴ്സും ഒന്ന് ജസ്റ്റ് വായിച്ചൊന്ന് സ്കാൻ ചെയ്ത് നമ്മൾ ആ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എല്ലാ ഫിഗേഴ്സും ചിലപ്പോൾ നമുക്ക് സില്ലി ആയി തോന്നുന്ന കുറേ ഫിഗേഴ്സ് ഉണ്ടാകും. എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ എക്സാമിന് തലേന്നുള്ള ഡേ ഒക്കെ ജസ്റ്റ് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ ഒന്ന് ഓടിച്ച് വിടുന്നത് നല്ലതായിരിക്കും. വേഗം ഫിഗേഴ്സൊക്കെ ഓടിച്ച് വിടുന്നത് ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമായിരുന്നു. ഫിഗേഴ്സ് ഓടിച്ച് വിടുന്നതിന് വേണ്ടി മാത്രം ഒരു ടൈം അതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കാര്യം, ഔട്ട് ഓഫ് NCERT പഠിക്കണോ എന്നുള്ള ഡൗട്ട് ഉണ്ട് കുറേ പേർക്ക്. ഔട്ട് ഓഫ് NCERT പഠിക്കുന്നത് ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായി, അവൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ശരിക്കും NCERT തന്നെ പഠിച്ചാൽ മതി. പക്ഷേ മേ ബി എനിക്കറിയില്ല അതിന് കാരണം എന്താണെന്ന്. മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മേ ബി ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസോ കൊണ്ട് അവൾക്കൊരു വർഷം തന്നെ നഷ്ടപ്പെട്ടു. അവൾ ഔട്ട് ഓഫ് NCERT മാത്രം പഠിച്ച് NCERTക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ വെറും നമ്മൾ NCERTൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന എന്തെങ്കിലും മെറ്റീരിയൽസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ NCERT വായിക്കാതെ പോയൊരു അങ്ങനെ ഒരു അനുഭവമുള്ള ഒരാളുണ്ടായി. സോ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളൊരു വർഷമാണ് ഇതിലൊക്കെ പോകുന്നത്. അതൊക്കെ ശരിക്കും ഒരു പൊട്ടത്തരാണ്. അപ്പം അതിലൊന്നും പോയി വീഴാതെ NCERT തന്നെ ഫോക്കസ് ചെയ്യുക. PYQ NCERT ഇത് ഇനഫാണ്. ഇതാണ് ഇനഫായിട്ടുള്ള റിസോഴ്സസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രം ഇക്വേഷൻ ബുക്സും നോട്ട്സും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ മതിയെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഞാനൊക്കെ നോട്ട്സ് നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനും
ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനും ഒരു പേജ് വേഗം വായിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പേജ് 2 പേജൊക്കെ നോട്ട്സ് വേഗം നമുക്ക് വേഗം എക്സാമിൻ്റെ തലേന്നൊക്കെ വേഗം ഓടിച്ച് വിടാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നോട്ട്സ് ഞാൻ ഉണ്ടാക്കി വെക്കുമായിരുന്നു. നമുക്കിങ്ങനെ ഞാനിങ്ങനെ എൻ്റെതായിട്ടുള്ള ഒരു വേയിൽ എൻ്റെതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി വെക്കുന്ന നോട്ട്സ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ വേറെ ആർക്കും കാണിക്കാനുള്ളതല്ല, നമുക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അപ്പം വേഗം എന്ന് വെച്ചാൽ വേഗം ക്രിസ്പായിട്ട് ഉണ്ടാക്കി വെക്കുക. അതിന് മുകളിലധികം ടൈം ഇരിക്കരുത്, ജസ്റ്റ് ക്രിസ്പായിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബയോളജിയുടെ കേസിൽ നിങ്ങൾക്കിത് അറിയാതെ നിങ്ങളിത് അറിയാതെ പോയ ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ബയോളജിയുടെ കേസിൽ. പിന്നെ പറയാനുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ കുറേ പേര് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു പേജിൽ എല്ലാ സെൻറ്റൻസും ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് തന്നെ വായിച്ചാൽ പോരെ, എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് തലേന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സെൻറ്റൻസ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ, ഹൈലൈറ്റ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ആ ഒരു സെൻറ്റൻസ് നമുക്ക് സെപ്പറേറ്റ്ലി ഒന്ന് ബാക്കി സെൻറ്റൻസ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ബുക്ക് കളർഫുൾ ആക്കി വെക്കാനല്ല. സോ നമുക്ക് അങ്ങനെ തെറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് എക്സാമിൻ്റെ തലേന്നൊക്കെ ഒന്ന് നോക്കുമ്പോൾ ബുക്കൊന്ന് വേഗം ഫോക്കസ് ആവും നമുക്ക് അങ്ങനത്തെ സെൻറ്റൻസസ് ഒക്കെ. ഓക്കെ, പിന്നെ നമ്മൾ ഈ PYQs ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ MCQs ഒക്കെ ചെയ്ത് നമുക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ NCERT തന്നെ, അതായത് വേറെ പേപ്പറിലല്ലാതെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് NCERT തന്നെ ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത്. അതായത് ആ ടോപ്പിക്കിന് അനുസരിച്ച് അതിൻ്റെ അടുത്തൊന്ന് പോയി എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെ മിസ്റ്റേക്സ് ത്രൂ ആണ് നമ്മളെല്ലാം വേഗം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മിസ്റ്റേക്സ് എഴുതി വെച്ചാൽ നമ്മൾ പിന്നീട് അത് ഉണ്ടാക്കില്ല. നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെയും നമ്മൾ ആ സെയിം തെറ്റ് ഉണ്ടാക്കി അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിൻ്റെ അടുത്തുള്ള ആ ഒരു ഏരിയയിലൊക്കെ എഴുതി വെച്ചാൽ മതി ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. സോ ഈ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഡേയ്സ് നമുക്ക് നല്ലോണം സ്കോറിംഗ് ആയിട്ട് ഉള്ളൊരു പാർട്ടാണ്. അതായത് നമ്മൾ ഈ ലാസ്റ്റ് ഡേയ്സ് ബയോളജി മാക്സിമം പഠിച്ചാൽ നമ്മുടെ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞ ബയോളജിയാണ്. ഈ ഹാഫ് നമുക്ക് ഭയങ്കര നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. ബയോളജി ആര് പഠിച്ചാലും നമുക്ക് നല്ല വൃത്തിക്ക് ഈസി ആയിട്ട് ടൈമൊന്നും അധികം എടുക്കാതെ പഠിച്ച് എടുക്കാൻ പറ്റുന്നൊരു സംഭവം മാത്രമാണ് ബയോളജി. അപ്പം നിങ്ങൾക്കിപ്പം ബയോളജി ഇഷ്ടമില്ലാത്ത ഒരാളാണ്, ഭയങ്കര മടുപ്പ് വരുന്നൊരു സബ്ജക്റ്റാണ് ബയോളജി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, നമുക്കൊരു നിവൃത്തിയില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇത് പഠിച്ചേ തീരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നീറ്റിൻ്റെ പോർഷൻസ് ഇടുന്നത്. അപ്പം നമുക്ക് തന്നേക്കുന്ന ആ ഒരു പോർഷൻസ്, അത് ഫിസിക്സ് ഇഷ്ടമല്ലെങ്കിലും ബയോളജി ഇഷ്ടമല്ലെങ്കിലും കെമിസ്ട്രി ഇഷ്ടമല്ലെങ്കിലും പഠിച്ചേ തീരും. അപ്പം ലാസ്റ്റ് ഡേയ്സ് ആണ്, ആ സമയത്ത് നമ്മൾ ബയോളജി മാക്സിമം പവർ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഭാഗവും നമ്മൾ സെക്യൂർ ആവും. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഈ ദിവസങ്ങളിൽ പഠിക്കാനേ ഉള്ളൂ ബയോളജി. അപ്പോൾ ആരും പാനിക്കൊന്നും ആവേണ്ട, മടുപ്പൊന്നും കാണിക്കേണ്ട, നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു മൈൻഡിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. പിന്നെ പറയാനുള്ളത്, ഇത് ഒരിക്കലും ലീവ് ചെയ്യരുത് പ്ലീസ്. എന്ന് വെച്ചാൽ ഫിസിക്സിനും കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ആളുകളുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ ബയോളജിക്കുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും എല്ലാവരും കൊടുക്കുന്ന പോലെ നിങ്ങളും കൊടുക്കണം. ബിക്കോസ് ദിസ് ഇസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഒരു ഇമ്പോർട്ടൻസ് എന്തിനും കൊടുക്കുന്നുണ്ടോ നിങ്ങളും അതിന് കൊടുക്കണം. കാരണം നിങ്ങൾ കൂടെ എഴുതുന്ന ആളുകൾക്ക് ബയോളജിക്ക് മാർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതൊരു ത്രെറ്റാണ്. സോ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.